നമസ്കാരം. തൊഴിൽ തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി. അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷ. നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അവളുടെ കുടുംബം മുട്ടാത്ത വാതിലുകൾ ബാക്കിയില്ല. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം യമനിലെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ജൂലൈ 16 നടപ്പാക്കേണ്ടിയിരുന്ന ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾക്ക് മാത്രം ബാക്കി നിൽക്കെ ശിക്ഷ മരവിപ്പിച്ചുവെന്ന സ്ഥിരീകരണം യമനിൽ നിന്ന് പുറത്തു വന്നിരുന്നു. വീണ്ടും പ്രതീക്ഷകൾ ഉയരുകയാണ്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ കാരുണ്യത്തിലാണ് യമനിലെ സൂഫി പണ്ഡിതരുമായുള്ള ചർച്ചയിൽ വധശിക്ഷ നീട്ടിവെക്കാൻ കുടുംബം തയ്യാറായത്. ഇതിൽ നിർണായകമായതാകട്ടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലും. വേണ്ട രീതിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട്. ദയാവധം സ്ഥിരീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനും കുടുംബം തയ്യാറാണെന്ന് സൂചനകളും പുറത്തു വരുന്നുണ്ട്. മലയാളി പെൺകുട്ടിയുടെ അന്തിമവിധി എന്തെന്നറിയാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് രാജ്യം. ആരാണ് നിമിഷപ്രിയ? യമനിലെ വധശിക്ഷയിലേക്ക് നയിച്ച കേസ് എന്തായിരുന്നു? പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. കൊല്ലങ്കോട് മാനൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. 2012 നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു. യമൻ പൗരൻ്റെ ഉത്തരവാദിത്തത്തോടല്ലാതെ യമനിൽ ഒരു സ്ഥാപനം ആരംഭിക്കാനാവില്ല എന്നതാണ് അവിടുത്തെ നിയമം. അതിനായിരുന്നു മഹദിയുടെ സഹായം തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു. ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മക്കളുമൊത്ത് നാട്ടിലേക്ക് വന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു. ബിസിനസ് പച്ച പിടിക്കുമെന്നും മഹദി ചതിക്കില്ല എന്നായിരുന്നു ഇവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങി. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി. മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി. 2015 നിമിഷപ്രിയ 1 മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിരുന്നു. സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോ ആക്കി മാറ്റുകയും ചെയ്തു എന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത്. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവനും തലാൽ സ്വന്തമാക്കി. നിമിഷ ഇത് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചുവെക്കുകയും ചെയ്തു. കൃത്രിമ വിവാഹരേഖ ഉൾപ്പെടെ തലാൽ ഉണ്ടാക്കിയെടുത്തു. വരുമാനം കൈക്കലാക്കുന്നതിനൊപ്പം തന്നെ നിമിഷയുടെ സ്വർണമെടുത്ത് തലാൽ സ്വന്തം നിലയിൽ വിൽക്കുകയും ചെയ്തിരുന്നു. തലാലിൻ്റെ കീഴിൽ നിരന്തരമായി മാനസികമായും ശാരീരികവുമായുള്ള പീഡനങ്ങൾ നിമിഷയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. തോക്കിൻ മുന്നിൽ വധഭീഷണി വരെ തനിക്ക് നേരിടേണ്ടതായും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിൻ്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്തു നിന്നും പോകാൻ കഴിയില്ലായിരുന്നു. പീഡനം സഹിക്കവയ്യാതെ നിമിഷ യമനിലെ സന പോലീസിന് പരാതി നൽകി. എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തിരുന്നു. 6 ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന നിമിഷയ്ക്ക് വീണ്ടും ക്രൂരമർദ്ദനമാണ് തലാലിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയ മഹദി മർദ്ദനത്തിന് ഇരയാക്കി. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. 2017 സംഭവം. പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയ തർക്കങ്ങളിലും മർദ്ദനവും അകൽച്ചയും
നിയമ നടപടികളുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവെച്ചതിലേക്ക് എത്തിച്ചത്. തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയെയും മഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. തുടർന്ന് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല. തലാൽ മയക്കുമരുന്നിന് അടിമയായതിനാൽ നിമിഷ നൽകിയ മരുന്ന് ഫലിക്കാതിരുന്നത്. മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഓവർഡോസാണ് കാരണമെന്നാണ് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതായാണ് നിമിഷപ്രിയയെ കുടുക്കിയത്. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിക്കുകയായിരുന്നുവെന്നും കോടതിയിൽ ദിബാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല. മരിക്കണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല മരുന്ന് കുത്തിവെച്ചതെന്നും തുടങ്ങി നിമിഷപ്രിയയുടെ വാദങ്ങളൊന്നും യമൻ സുപ്രീം കോടതിയിൽ പരിഗണിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതി വധശിക്ഷ 2020 ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചത്. എന്നാൽ പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നതിനുള്ള അടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അനസ്തീഷ്യ മരുന്ന് കുത്തിവെക്കുകയുണ്ടായത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിക്കപ്പെട്ടു. പിന്നീട് യുവാവിന്റെ മൃതദേഹം പല തുണ്ടുകളായാണ് കണ്ടെത്തിയത്. കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തിട്ടില്ലെന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നാണ് കുടുംബം പറയുന്നത്. നിമിഷപ്രിയ ജയിലിലായതോടെ കേസിനും മറ്റുമായി വീടുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇവർ വിറ്റിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടതു മുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നുപോയി. ശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്തടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചിരുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമങ്ങൾ. പണം സ്വീകരിക്കാൻ തലാലിന്റെ കുടുംബം അംഗീകാരം നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും. ബ്ലഡ് മണി അഥവാ ദയാവധം എന്നാണ് ഈ തുക അറിയപ്പെടുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള ഏക പോംവഴി ബ്ലഡ് മണിയാണ്. അഭിഭാഷകരും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി യമനിലേക്ക് പോകാൻ കുടുംബാംഗങ്ങൾക്ക് അവസരമൊരുക്കിയിരുന്നു. ഇത് നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. 2016 മുതൽ യമനിൽ പോകാൻ ഇന്ത്യക്കാർക്ക് വിലക്കുണ്ട്. യമനിലേക്ക് ഇന്ത്യയിൽ നിന്ന് പണം അയക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പണം സ്വീകരിക്കാൻ യമൻ പൗരന്റെ കുടുംബം അറിയിച്ചാലും അത് കൈമാറാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചതോടെ മരിച്ചയാളുടെ കുടുംബവുമായി ചർച്ച നടത്തി ശരീഅത്ത് നിയമപ്രകാരം ബ്ലഡ് മണി സംബന്ധിച്ച ധാരണയിലെത്തിയാലേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ. ഇതിനായുള്ള ശ്രമങ്ങളിലായിരുന്നു കുടുംബം. 5 കോടി യമനി റിയാലാണ് ദയാവധമായി വേണ്ടിയിരിക്കുന്നതെന്നാണ് വിവരം. യമനിലെ വിനിമയ നിരക്കു പ്രകാരം ഇത് 8 കോടി രൂപയിലധികം വരും. നിമിഷയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഒത്തുതീർപ്പിനും ഇല്ല എന്നാണ് തലാലിന്റെ കുടുംബം പറയുന്നത്. പകരത്തിന് പകരമെന്ന ദൈവത്തിന്റെ നിയമം നടപ്പാകാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദൽ ഫത്താ മഹദി പ്രതികരിച്ചു. തലാലിനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, കേസിലെ ദീർഘമേറിയ നിയമ നടപടികൾ കൊണ്ട് തൻ്റെ കുടുംബം മാനസികമായി ഏറെ തളർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനായി ശിക്ഷിക്കപ്പെട്ടയാളെ ഇരയായി ചിത്രീകരിച്ച് സത്യം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇക്കാര്യങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് അവയെല്ലാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ തങ്ങൾക്ക് ഖേദമുണ്ട്. ഏത് കാരണത്തിൻ്റെ പേരിലും ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരാളെ കൊലപ്പെടുത്തി ശരീരം വെട്ടിനുറുക്കി വികൃതമാക്കി ഒളിപ്പിക്കുന്നത് യാതൊരു കാരണവശാലും ന്യായീകരണത്തിന് അർഹമല്ലെന്നും അബ്ദുൽ ഫത്താഹ് മഹ്ദി പ്രതികരിച്ചു. വധശിക്ഷ നീട്ടിവെക്കുന്ന വിധി പുറത്തുവരുന്നതിന് മുൻപായിരുന്നു തലാലിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം. വിധിക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട അനുശരണ ചർച്ചകൾ പൂർത്തിയായപ്പോഴും നിലപാടുകളിൽ മാറ്റമില്ല എന്നാണ് തലാലിൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തലാലിൻ്റെ സഹോദരൻ സാമൂഹ്യ മാധ്യമങ്ങളിലും ആവർത്തിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളെ സംബന്ധിച്ച് ഇന്നും കേട്ടതാണെന്നും പുതിയതോ ആശ്ചര്യകരമായ കാര്യങ്ങളോ അല്ലെന്നും വർഷങ്ങൾക്കിടെ പല മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ തങ്ങൾ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. തങ്ങളുടെ ആവശ്യം വ്യക്തമാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. എന്തായാലും ഏതു തരത്തിലുള്ള അനുചരണത്തിനും ഞങ്ങൾ പൂർണ്ണമായും വിസമ്മതം അറിയിക്കുന്നു. വധശിക്ഷ നടപ്പാക്കും വരെ ഇതിനെ ഞങ്ങൾ പിന്തുടരും. എത്ര കാലതാമസമെടുത്താലും ഒരു സമ്മർദ്ദവും തങ്ങളെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ലെന്നും സഹോദരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.